നമസ്കാരം. മാത്തൻസ് ഫാം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൈവകൃഷി എങ്ങനെ വിജയകരമാക്കി നടപ്പിലാക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജൈവകൃഷി ചെയ്യുന്ന ഒരു രീതി, ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായിട്ട് കിളച്ച് മണ്ണ് കളയെല്ലാം മാറ്റിയതിന് ശേഷം അവിടെ കുമ്മായോ അല്ലെങ്കിൽ ഡോളോമിറ്റ്, ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഡോളോമിറ്റാണ്. ആ ഡോളോമിറ്റ് ഇട്ട് ഏകദേശം ഒരു 4 ദിവസം അങ്ങനെ നനച്ച് വെച്ചിരിക്കും. അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം തന്നെ കിളച്ച് കുഴിയെടുത്ത് ഡോളോമിറ്റ് ഇട്ട് നനച്ച് വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഴിവള കമ്പോസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോഴിവള കമ്പോസ്റ്റ് ആദ്യം ഇട്ട് അതും ഒരു 2 ദിവസം നനച്ച് നല്ല കിളച്ച് വീണ്ടും മണ്ണുമായിട്ട് യോജിപ്പിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ വിത്ത് കുതിർത്ത് അത് മുളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ വിത്ത് നടുന്നത്. വിത്ത് നട്ടതിന് ശേഷം വീണ്ടും നമ്മൾ നനച്ചു കൊടുത്തതിന് ശേഷം ഇത് 2 പരുവാകുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹരിത കഷായം, അതുപോലെ ഫിഷ് അമിനോ, എഗ് അമിനോ അത് നേരിയ അളവിൽ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടും അതിൻ്റെ കടക്കൽ ഒഴിച്ചു കൊടുക്കും. അതുകൂടാതെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രമ്മിനകത്ത് ചാണകവും പിണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം കുതിർപ്പിച്ചതിന് ശേഷം അതിൻ്റെ തെളിയും കുറച്ച് ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഒന്നും കൂടെ കോഴിവളം ഇട്ട് ഒരു 4 പരുവാകുമ്പോൾ വീണ്ടും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജൈവ സ്ലറി അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ ഹരിത കഷായം, ഫിഷ് അമിനോ, എഗ് അമിനോ ഇതിന് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ അന്ന് ഉണ്ടാക്കിയ ഹരിത കഷായമാണിത്. ഇതിപ്പോൾ 1 ലിറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ ഹരിത കഷായം സ്പ്രേ ബോട്ടലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് അരിച്ച് ഒഴിക്കണം, കാരണം ഇതിനകത്ത് കുറച്ച് ഇതിൻ്റെ ഇലേൻ്റെയും ചാണകത്തിൻ്റെ പയറിൻ്റെ എല്ലാം അംശം ഉണ്ടാവും. അതുകൊണ്ട് നല്ലപോലെ അരിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ എടുക്കുന്നത് 100 മില്ലി ഫിഷ് അമിനോയാണ്. മില്ലി ഫിഷ് അമിനോ ആസിഡ്. അതിനുശേഷം ഇത് എഗ് അമിനോ ആസിഡാണ്. ഇതൊരു 50 മില്ലി എടുക്കുക. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ ഹരിത കഷായം, 100 മില്ലി ഫിഷ് അമിനോ ആസിഡ്, 50 മില്ലി എഗ് അമിനോ, ഇത് 3 മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ സ്പ്രേ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് 10 ലിറ്റർ വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പ്രേ ബോട്ടലിൻ്റെ അകത്ത് ഹരിത കഷായം 1 ലിറ്റർ, അതുപോലെ 100 മില്ലി ഫിഷ് അമിനോ ആസിഡ്, 50 മില്ലി എഗ് അമിനോ ആസിഡ് ഒഴിച്ച് 10 ലിറ്റർ വെള്ളത്തിനകത്ത് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ വെള്ളരിക്കും ഇത് പടവലാണ്, വെള്ളരി, വെണ്ട, ഈ കക്കിരി, കുക്കുംബർ ഇതിനൊക്കെ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് അടിക്കുന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ വെണ്ട കൃഷിയാണ്. ഇപ്പോൾ നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഡെയിലി ഇതിനകത്തെന്ന് വെച്ചാൽ ഒരു 5-8 കിലോ 10 കിലോളം വെണ്ടക്ക പറിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഡെയിലി പറിക്കുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ സാധനം. ഹരിതകഷായം ഈ 3ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ അടുത്ത് നമ്മൾ കുക്കുംബറിന് അടിക്കാൻ പോകുന്നത്. കുക്കുംബറിന് നന്നായിട്ട് പൂത്ത് കായയുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടിക്കാൻ ഇതിപ്പം ഡെയിലി നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന കുക്കുംബറാണ്. അപ്പോൾ ഇതിനകത്ത് ഇതാഴ്ചക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം പിന്നെ അടിച്ചു കൊടുക്കുന്ന അത്രയ്ക്കും നല്ലത്. നമ്മൾ ജൈവ കൃഷി ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് ഇതേപോലെ പച്ചച്ചാണകം എടുക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് വേപ്പും പിണ്ണാക്ക്, അതുപോലെ എല്ലുപൊടി അതെല്ലാം കൂട്ടി അതിൻ്റെ കൂടെ പച്ച കോഴിക്കാഷ്ടം കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് ഇതൊരു 10 ദിവസം ഇട്ട് പിന്നെ ഇതേപോലെ പുളിക്കാൻ വേണ്ടി വെക്കും. നല്ല സ്മെല്ലുണ്ടാവും. അത് പുളിച്ചതിന് ശേഷം ഒരു കപ്പിന് 10 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് ചെടീൻ്റെ പിന്നെ കുണ്ടയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഇതിലെ പിണ്ണാക്ക്. ഇതും പിണ്ണാക്ക് നമ്മളെ കടലപ്പിണ്ണാക്കും പിന്നെ വീട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് നമ്മളെ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യമായ എടുത്ത് കൊപ്രയാട്ടിയിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പിണ്ണാക്കും കൂടി രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇത് കുതിർത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഹരിത കഷായം നമ്മൾ ഡ്രമ്മിൻ്റെ അകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇതും പിന്നെ ആവശ്യത്തിൻ്റെ നമ്മൾ ആഴ്ചക്ക് ഇതും ഡയലൂട്ട് ചെയ്തിട്ട് കൃഷി നമ്മൾ ചെയ്യുന്ന വിളവ് ഏതിനാണെന്ന് വെച്ചാൽ വെള്ളരിയാണെങ്കിൽ വെള്ളരി, ഏത് കൃഷിയായിരിക്കും എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നത്, വാഴക്ക് വരെ ഉപയോഗിക്കാം. ഇതും ഇതേപോലെ തന്നെ ഒരു കപ്പിന് 10 കപ്പ് എന്നുള്ള രീതിയിൽ 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം കൂടി ഡയലൂട്ട് ചെയ്തിട്ട് ഇതും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക. അല്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ചെടീൻ്റെ കടക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല വിളവും കിട്ടും. പിന്നെ കിട്ടുന്ന വിളവിന് നല്ല ടേസ്റ്റും ഉണ്ടാകും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൂടാതെ ഇത് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അതിപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ഞാൻ ചെയ്തു വരുന്നത് ജൈവ കൃഷി. അതുകൊണ്ട് എന്ന് വെച്ചാൽ നല്ല വിളവ് കിട്ടുന്നുണ്ട്. ജൈവ കൃഷിയിൽ വിളവ് കിട്ടുന്നില്ല എന്നുള്ള അധികം ആൾക്കാരും പറയുന്നേക്കാം. പക്ഷേ എനിക്കിവിടെ നല്ല വിളവ് കിട്ടുന്നുണ്ട്. ഇതേപോലെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടും. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാകും. അതുപോലെ നാടൻ പച്ചക്കറിക്ക് നല്ല ഡിമാൻഡും ഉണ്ട്. പിന്നെ കീടങ്ങളും കുറവാണ്. ഇത് കീടനാശിനിയൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇത് ഹോർമോൺ കണിയും ഇതേപോലത്തെ ഫിഷ് അമിനോ ഇതുപോലെ എഗ്ഗമിനോ ഹരിതകഷ ഇതൊക്കെ അടിക്കുന്നതുകൊണ്ട് കീടങ്ങൾ അകന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ജൈവ കൃഷി വിജയകരമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക.